നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കിടക്കൽ. ഓഗസ്റ്റ് 22 വെള്ളി 2025. വാർത്തകളിലേക്ക്. രാജ്യത്ത് ഇനി മുതൽ പുതിയ GST നിരക്കുകൾ. പുതിയ നിരക്കുകൾക്ക് കേന്ദ്ര മന്ത്രിതല സമിതി അംഗീകാരം നൽകി. 12-28% സ്ലാബുകൾ ഒഴിവാക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം അംഗീകരിച്ചു. ഇനി മുതൽ 5%, 12% എന്നിങ്ങനെ 2 സ്ലാബുകൾ മാത്രമായിരിക്കും GSTക്ക് ഉണ്ടാവുക. ഇതിന് GST കൗൺസിൽ ഇനി അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. ഈ മാറ്റത്തിലൂടെ 12% നികുതി ഉണ്ടായിരുന്ന ഏകദേശം 99% ഉൽപ്പന്നങ്ങളും 5% സ്ലാബിലേക്ക് മാറും. അതുപോലെ 28% സ്ലാബിലുള്ള 90% ഉൽപ്പന്നങ്ങൾ 18% സ്ലാബിലേക്ക് മാറും. അതേസമയം പുകയില ഉൽപ്പന്നങ്ങൾ, ആഡംബര വസ്തുക്കൾ എന്നിവയ്ക്ക് 40% ഉയർന്ന നികുതി തുടരും. GSTയിലെ 12-28% സ്ലാബുകൾ ഒഴിവാക്കിയ നടപടിയിൽ പ്രതികരിച്ച് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ, നികുതി കുറയ്ക്കുമ്പോൾ ഉപഭോക്താക്കൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കാതെ കമ്പനികൾ ലാഭം കൊയ്യുമെന്നും ഇത് സംസ്ഥാന സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും കേന്ദ്ര സർക്കാരിന് മറ്റ് വരുമാന മാർഗങ്ങളുണ്ടെങ്കിലും സംസ്ഥാനങ്ങളുടെ നഷ്ടം നികത്തുന്നത് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നും ബാലഗോപാൽ വ്യക്തമാക്കി. കോൺഗ്രസിലെ യുവ നേതാക്കൾ വളരെ കഴിവുള്ളവരാണെന്നും എന്നാൽ കുടുംബവാഴ്ച കാരണം അവർക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കുന്നില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതേസമയം പാർലമെന്റ് സമാവേശ സമയമുള്ള പ്രധാനപ്പെട്ട ബില്ലുകൾ പാസാക്കിയത് കാരണം വളരെ മികച്ചതായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓൺലൈൻ ഗെയിമിംഗ് ബിൽ പാസാക്കിയതിനെ പ്രധാനമന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. വലിയ നിയമനിർമ്മാണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്ന് വിട്ടുന്നതിന് അദ്ദേഹം പ്രതിപക്ഷത്തെ വിമർശിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമെന്ന പ്രഖ്യാപനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 105 വയസ്സുള്ള അബ്ദുള്ള മൗലവിയുമായി മുഖ്യമന്ത്രി വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടായിരുന്നു പ്രഖ്യാപനം. തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന അവകാശ സർട്ടിഫിക്കറ്റ് ഡിജിറ്റലൈസ് ചെയ്ത് ഡിജി ലോക്കറുമായി ബന്ധിപ്പിക്കണമെന്നടക്കം മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഡിജിറ്റൽ സാക്ഷരത നേടിയവർക്ക് സൈബർ ക്രൈമുകൾ തടയാനുള്ള പരിശീലനം നൽകുമെന്നും പിണറായി വിജയൻ വിവരിച്ചു. ആരോപണ വിധേയൻ ജനപ്രതിനിധി എങ്കിൽ ആ സ്ഥാനം രാജിവെക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പേര് വെളിപ്പെടുത്താതെ ഒന്നിലധികം സ്ത്രീകൾ ഒരു യുവജന നേതാവിനെതിരെ ഉയർത്തിയ ഗുരുതരമായ ആരോപണങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ വനിതകൾക്ക് പേര് വെളിപ്പെടുത്താൻ ഏതെങ്കിലും തരത്തിലുള്ള ഭീതി ഉണ്ടെങ്കിൽ അവർ ഭയപ്പെടേണ്ടതില്ലെന്നും പൂർണ്ണ പിന്തുണയും സംരക്ഷണവും നൽകിയ സർക്കാർ അവർക്കൊപ്പം ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. പേര് വെളിപ്പെടുത്താതെ പോലീസിൽ പരാതി നൽകാൻ കഴിയുമെന്നും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുമെന്നും ഇരകളുടെ സ്വകാര്യത പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി രാഷ്ട്രീയ യുവജന സംഘടനകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാക്കളും CPM നേതാക്കളും യുവജന സംഘടനകളും നേതാക്കളും രംഗത്തെത്തി. വിവിധയിടങ്ങളിൽ രാഷ്ട്രീയ യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ചും റാലിയും നടത്തി. രാഹുലിന്റെ പാലക്കാടുള്ള MLA ഓഫീസിലേക്ക് കോഴികളെയും കൊണ്ടാണ് മഹിളാ മോർച്ച പ്രവർത്തകർ സമരം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടർ രാജിവെച്ചതോടെ പറവട്ടാനി മുതൽ തൃശൂർ വരെ നടത്താനെന്ന യൂത്ത് കോൺഗ്രസ് ലോങ് മാർച്ച് മാറ്റിവെച്ച് വോട്ട് കൊള്ളയ്ക്ക് ചൂട്ടുപിടിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇന്നായിരുന്നു ലോങ് മാർച്ച് നടക്കേണ്ടിരുന്നത്. മാർച്ച് മാറ്റിവെച്ചതിന്റെ കാരണം തൃശൂരിലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നുമില്ല. MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി. എറണാകുളം സ്വദേശിയും CPM അനുഭവമായ അഭിഭാഷകൻ ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. നിർബന്ധിത ഗർഭചിത്രം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസെടുക്കണമെന്ന പരാതിയിലാണ് ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷ ഷാഫി പറമ്പിലെന്ന് പരാതി. പാലക്കാട്ടെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർന്ന് ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുന്നത്. രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും പരാതികൾ അറിയിച്ചിട്ടും ഷാഫി പ്രതികരിച്ചില്ലെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം വിവാദങ്ങൾക്കിടെ ഫ്ളാറ്റ് മുന്നിൽ കാത്തുനിന്ന മാധ്യമങ്ങളെ കാണാതെ ഷാഫി പറമ്പിൽ MP വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുക്കാനായി ബീഹാറിലേക്ക് പോയെന്നാണ് വിവരം. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരുന്ന ജനാധിപത്യത്തിന് അപമാനകരമെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. സ്ത്രീ സുരക്ഷ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണിത്. പീഡനത്തിന് ഇരയായവർ ഇത്തരം പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ട് നേരത്തെ നടപടി എടുത്തിട്ടില്ലെന്നും പാലക്കാട് ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്നും കോൺഗ്രസിന്റെ ജനങ്ങളെ വിട്ടികളാക്കുന്ന നിലപാടെന്നും V മുരളീധരൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പദവി രാജിവെച്ച രാഹുൽ മാങ്കൂട്ടർ പാലക്കാട് MLA സ്ഥാനവും രാജിവെക്കണമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങൾ പ്രതിഷേധം ശക്തമാക്കുമെന്നും വ്യക്തമാക്കിയ സുരേന്ദ്രൻ രാഹുലിന്റെ മെന്റർ എന്ന നിലയിൽ സതീശനും ഈ വിഷയത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. പീഡന പരാതികളുടെ പരമ്പര ഉണ്ടായിട്ടും MLA സ്ഥാനം രാജിവെക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടപടി ജനാധിപത്യ സമൂഹത്തിന് അപമാനകരമാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. പീഡനത്തിന് വിധേയരാർ കോൺഗ്രസ് നേതാക്കളുടെ ശ്രദ്ധയിൽ ഇത്തരം പ്രശ്നങ്ങൾ പെടുത്തിയിട്ടും ഇടപെടാതെ മാറിയുന്ന കോൺഗ്രസിന്റെ നേതൃത്വവും പ്രതിക്കൂട്ടിലാണെന്നും രക്ഷിതാവ് നിലയിൽ പ്രശ്നത്തിൽ ഇടപെടാമെന്ന് പരാതിക്കാരോട് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ആ സ്ഥാനത്തിന് യോജിച്ച നിലപാടല്ല സ്വീകരിച്ചെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു.
രാഹുൽ മാങ്കുട്ടൽ MLA സ്ഥാനവും രാജിവെക്കണമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B. ഗോപാലകൃഷ്ണൻ. ഹൂ കെയേഴ്സ് എന്ന ചോദ്യത്തിന് പീപ്പിൾ കെയേഴ്സ് എന്നാണ് ഉത്തരമെന്നും രാഹുൽ മാങ്കുട്ടൽ നടത്തിയിട്ടുള്ള എല്ലാ അശ്ലീല കൊള്ളരായ്മയുടെയും പിതൃത്വം VD സതീശനാണെന്നും B. ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. പൊതുപരിപാടിയിൽ നിന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ MLAയെ മാറ്റി പാലക്കാട് നഗരസഭ. പാലക്കാട് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് രാഹുൽ വിട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭ കത്ത് നൽകി. കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ സ്ത്രീകളോട് മാപ്പ് പറയണമെന്ന് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ്. സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ രാഹുൽ മാങ്കുട്ടത്തിൽ MLA ഒരു നിമിഷം ആ പദവിയിലിരിക്കാൻ അർഹനില്ലെന്നും നവ്യ അഭിപ്രായപ്പെട്ടു. ജനാധിപത്യത്തെ അവമാനിച്ച MLA രാജിവെക്കണമെന്നും മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. MLA സ്ഥാനം രാഹുൽ മാങ്കുട്ടത്തിൽ ദുരുപയോഗം ചെയ്തുവെന്ന് ആരോപിച്ച് CPM നേതാവ് സരിൻ. കേരളത്തിന്റെ പ്രജ്വൽ രേവണ്ണയാണ് രാഹുൽ മാങ്കുട്ടത്തിലെന്നാണ് സരിന്റെ വിമർശനം. രാഹുൽ മാങ്കുട്ടൽ എന്ന വ്യക്തിക്കെതിരെ എടുക്കുന്ന നടപടി കൊണ്ട് കോൺഗ്രസ് നേതാക്കളെല്ലാം വിശുദ്ധരാക്കപ്പെടണം എന്നില്ലെന്ന് BJP നേതാവ് പത്മജ വേണുഗോപാൽ. കാരണം രാഹുൽ തന്നെ അയാളുടെ സ്വകാര്യ ഇടങ്ങളിൽ ഈ നേതാക്കൾക്കെതിരെ പൊട്ടിക്കാനുള്ള വെടിമരുന്ന് തന്റെ പക്കലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോപണവിധേയന്റെ പേര് പറയുന്നില്ലെന്ന് യുവനടി റിനി ആൻ ജോർജ്. ഒരു വ്യക്തിയോടല്ല യുദ്ധമെന്നും എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നടത്തിയ പോരാട്ടമാണെന്നും റിനി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. താനൊരു വ്യക്തിയെ പേരെടുത്തു പറയാനോ ഒരു പ്രസ്ഥാനത്ത് പേരെടുത്ത് പറയാനോ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും തന്റെ യുദ്ധം വ്യക്തിയോടല്ലെന്നും സമൂഹത്തിലെ തെറ്റായ പ്രവണതകളാണെന്നും രാഷ്ട്രീയ നേതാവ് എങ്ങനെ ആയിരിക്കണമെന്ന് മാത്രമാണ് തന്റെ വിഷയമെന്നും റിനി മാധ്യമങ്ങളോട് പറഞ്ഞു. പീരുമേട് MLA വാഴു സോമൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. മന്ത്രി K. രാജൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത റവന്യൂ വകുപ്പിന്റെ ഇടുക്കി ജില്ലാതല യോഗത്തിൽ പരിപാടിയിൽ വാഴു സോമൻ MLAയും ഉണ്ടായിരുന്നു. പരിപാടിക്കിടെ ദേഹാസ്യം അനുഭവപ്പെടുകയും ഉടൻ തന്നെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. തോട്ടം തൊഴിലാളികൾ സംഘടിപ്പിച്ച് വളർന്ന നേതാവായിരുന്നു വാഴു സോമൻ. തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷങ്ങളുടെ ഭാഗമായി തൃപ്പൂണിത്തുറ നഗരസഭാ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഓഗസ്റ്റ് 26-ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷ പരിപാടിയുടെ ഫെസ്റ്റിവൽ ഓഫീസിൽ സംസ്ഥാന ടൂറിസം ഡയറക്ടറേറ്റ് തുറന്നു. ടൂറിസം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് കുണ്ടംവഴി സ്കൂൾ ഹെഡ്മാസ്റ്റർ M. അശോകനെ സ്ഥലം മാറ്റി. സ്കൂളിൽ അസംബ്ലിക്കിടെ 10ാം ക്ലാസ്സുകാരന്റെ കർണത്തടിച്ച് കർണവടം പൊട്ടിച്ച സംഭവത്തിലാണ് സ്ഥലം മാറ്റം. കത്ത് ചോർച്ച വിവാദവുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അയച്ച വക്കീൽ നോട്ടീസ് കിട്ടിയെന്ന് വ്യവസായി മുഹമ്മദ് ഷർഷാദ്. CPM കത്ത് ചോർച്ച വിവാദം ശുദ്ധ അസംബന്ധമെന്നും ഇക്കാര്യത്തിൽ തനിക്കുമാനും ഒരു പങ്കുമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 9 വയസ്സുകാരി അനയുടെ 7 വയസ്സുകാരനായ സഹോദരൻ രോഗം സ്ഥിരീകരിച്ചു. കുട്ടിക്ക് ചികിത്സ ആരംഭിച്ചതായും ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. KSRTC പുതുതായി വാങ്ങിയ ബസ്സുകൾ യാത്രയ്ക്കായി സെപ്റ്റംബർ 1 മുതൽ ഓടിത്തുടങ്ങുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. 130 കോടി രൂപയ്ക്കാണ് ബസ്സുകൾ വാങ്ങുന്നത്. ഓണക്കാലത്ത് ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഈ പുതിയ എയർ കണ്ടീഷണർ ബസ്സുകളായിരിക്കും സർവീസിനായി ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം കരുവാരക്കുണ്ട് അടക്കാക്കുണ്ട് 70 ഏക്കർ പ്രദേശത്ത് 50 ഏക്കറിൽ കടുവ പശുവിനെ കടിച്ചു കൊന്ന് ഭക്ഷിച്ച സംഭവത്തിൽ വീണ്ടും കടുവ എത്തിയതായി കണ്ടെത്തൽ. വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലാണ് കടുവയെ കണ്ടത്. ഇതോടെ കടുവ തന്നെയാണ് പശുവിനെ കൊന്നതെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് വനം വകുപ്പ്. എറണാകുളം പറവൂർ കോട്ടുപള്ളിയിലെ വീട്ടമ്മ ആശയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ദീപയ്ക്ക് ജാമ്യം ലഭിച്ചു. പറവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് പ്രതിയെ ഹാജരാക്കിയത്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ്, ബിന്ദു എന്നിവരുടെ മകളാണ് ദീപ. പ്രദീപിന്റെയും ബിന്ദുവിന്റെയും ഒപ്പം മകളും കഴിഞ്ഞ ദിവസം ആശയുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയതായി ആരോപണം ഉയർന്നിരുന്നു. കോഴിക്കോടിലെ കളക്ടറേറ്റിലെ വാട്ടർ ടാങ്കിൽ മരപ്പട്ടിയുടെ അഴുകിയ ജഡം കണ്ടെത്തി. D ബ്ലോക്കിലെത്തിയ വെള്ളം എത്തിയിരുന്ന 10,000 ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിലാണ് ജഡം കണ്ടെത്തിയത്. കോട്ടയം CMS കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിടെ KSU SFI പ്രവർത്തകർ തമ്മിൽ സംഘർഷം. തെരഞ്ഞെടുപ്പിൽ 37 വർഷത്തിന് ശേഷം KSU ഭൂരിപക്ഷം നേടി. യൂണിയൻ ഭരണം KSUവിന് ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ നടന്ന വാക്കുതർക്കമാണ് സംഘർഷാവസ്ഥയിലേക്ക് നയിച്ചത്. അടൂർ ഗോപാലകൃഷ്ണനെയും ജയശാസ്ത്രിയെയും അധിക്ഷേപിച്ചുള്ള പരാമർശം നടൻ വിനായകനെ പരസ്യമായി തള്ളിപ്പറഞ്ഞു താരാസംഘടന. നടൻ വിനായകന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ താരാസംഘടന വാർത്താക്കുറിപ്പോടെ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.